അച്ഛാ എന്നാ രാവിലെ എന്താ പരിപാടി? ഇന്ന് രാവിലെ കുറച്ച് ചക്ക, അത് നല്ല തേൻ അല്ല ആയുർജാക്ക് എന്നാട്ടോ ഇതിന്റെ പേര്. ഇന്നലെ ഞാനത് ഒരു ഷൂട്ടിങ്ങിനായിട്ട് അവിടെ മാള അടുത്ത് പോയി. ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് പറയാറില്ല. മാള കുറച്ച് ഉള്ളല്ല. അവിടെ ചെന്നപ്പോ 50 പശുവുള്ള ഫാം, 100 ആടുള്ള ഫാം, പിന്നെ 100 ഇതിന്റെ പ്ലാന്റ് വെച്ചിട്ട് 2 വർഷമായുള്ളൂ. ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 6 മാസം കൂടിയപ്പോൾ ഈ ഒരു ചക്കയിന്ന് ആ ചേട്ടന് കിട്ടിയത് 1 lakh rupees-ആണ്. 1 ലക്ഷം രൂപ വരുമാനം. വാവ് അല്ലേ? അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം കേട്ടോ, ഒരു പ്ലാന്റിൽ ഇത് ഈ ഒരു ചക്കയുടെ പ്ലാന്റ് ഉണ്ടല്ലോ, ആ പ്ലാന്റിനൊക്കെ ഇത് ഇത്രയൊക്കെ വണ്ണുള്ളൂ, ഇത്രയൊക്കെ വണ്ണം ഉണ്ടാവുള്ളൂ, നിസ്സാരം വണ്ണുള്ളൂ. പക്ഷെ ആ ഒരു പ്ലാന്റിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ ഇപ്പം നമ്മുടെ എടപ്പറമ്പിൽ ആ ഒരു വീഡിയോ വരുന്നുണ്ട്, എടപ്പറമ്പിൽ ഫാംസിൽ, അത് ഞാൻ അവിടെ ചെന്നുണ്ട്. ഒരു പ്ലാന്റിൽ 32 ചക്ക, അതും ഒരു 10 അടിയൊക്കെ ഉള്ളൊരു ചക്കയുടെ പ്ലാന്റ്, ഇത് പ്ലാവ്. 32 ചക്ക, 32 ചക്കയും ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നപ്പോ ഒരു ഇത്ര ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതും ഇതിന്റെ ആ ഒരു ഇത് കഴിക്കാൻ എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ? ശരിക്കും നല്ലൊരു എന്താ പറയാ, ഒരു തേന്റെ ഒരു ടേസ്റ്റ് അല്ലേ? പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ ഈ കാണുന്ന സാധനം കണ്ട, ഈ നമ്മൾ സാധാരണ ചക്ക മുറിക്കുമ്പോൾ ഇതിന് കട്ടി കൂടുതലായിരിക്കും, എന്നാൽ ഇതിന് കട്ടി കുറവാണ്. പിന്നെ വലിയ ചുളയായിരിക്കും. ഇതിപ്പോ ഞാൻ കുറച്ച് ഇതിനകത്ത് അത്യാവശ്യം ചുളയുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കഴിച്ചു. ഇന്നലെ ഇതിന്റെ മണം അടിച്ചിട്ട് ചെറുക്കനാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാലത്ത് സ്കൂളിൽ പോകുമ്പോട്ട് മണത്തിട്ട് പോയിട്ടുണ്ട്. നല്ല മണം പറഞ്ഞല്ലേ? അപ്പൊ എന്തായാലും കട്ട് ചെയ്ത് നോക്കിയാലോ? അതെ, അച്ഛ കട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ കട്ട് ചെയ്ത് ശരിയായി. ഞാൻ കട്ട് ചെയ്ത് ചറവറ കട്ടായി. ഞാന് ചക്ക വെട്ടാൻ എക്സ്പെർട്ട് ആണ്. അതെ, പക്ഷെ ഞങ്ങളുടെ അവിടെ വലിയ പ്ലാവുണ്ട്. പക്ഷെ ഈ വലിയ ചക്ക എഴുതുന്നത് എനിക്ക് തോന്നണല്ലോ ഇത്രയും കുരു ഉണ്ടാവും, അല്ല ഇത്രയും ചുള ഉണ്ടല്ലേ? ഇഷ്ടംപോലെ ചുള ഉണ്ടാവും. ഇത്രയും വലിയ ചുളയൊക്കെ ഉണ്ട് ഞങ്ങളുടെ അവിടെ. പക്ഷെ എന്റെ കാര്യമുണ്ട്, ഒരു കാലത്തുള്ള കേരളത്തിലെ ഒരുപാട് വീടുകളിലെ വിശപ്പ് മാറ്റിയ സാധനം കേട്ടോ. ഇന്ന് 100 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാലും പറ്റിക്കപ്പെടും. പക്ഷെ ഇന്ന് എനിക്ക് ആ ചേട്ടൻ ഇന്നലെ തന്നപ്പോഴല്ല, അപ്പിള്ളിയുടെ കാലത്ത് വിളിച്ച് ചോദിച്ചു എങ്ങനെ ചക്ക. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അത് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോയിലാകുമ്പോ ചേട്ടൻ അതൊരു സർപ്രൈസ് ആവുമല്ലോ, മുറിച്ചൊക്കെ കാണിക്കുന്നത് ഒന്ന് കാണിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇതാണ് ഇതിന്റെ അകത്തെ ചിലതിന്റെ അകത്ത് ചുള ഉണ്ടാവില്ല, പക്ഷെ ഇതിന്റെ അകത്ത് ഫുൾ ചുളയുണ്ട്. അടിപൊളിയാണ്. ഇത് എന്ത് താറ്റ കുഞ്ഞി എന്താ നമ്മള് പറയണ ഏതാ ഈ മടലല്ലേ? ഈ ഒരു താഴത്തെ ഭാഗത്തിലൊന്നും കാണില്ലേ, പക്ഷെ ഇതിന്റെ അകത്ത് അതൊക്കെ ഉണ്ട്. ഏറ്റവും അറ്റം വരെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത ഇത് വലിയ ചക്ക അല്ല. അതെ, വലിയ ചക്ക അല്ലാണ്ട് പോലും ഇത്രയും ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ചക്കയാണ്. അതായത് പുള്ളിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് പോണത് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഡയറക്റ്റ് വന്ന് വാങ്ങിച്ചിട്ട് ഐസ് ഇട്ട് കൊണ്ടുപോകണം. കാരണം അത് നല്ല ഫ്രീസ് ആയിട്ട് ഇരുന്നാലാണല്ലോ കുറച്ച് നല്ലതായിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഐസ് ഇട്ടിട്ട് കൊണ്ടുപോകും. ഇതേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര വലിയ പ്ലാവായിട്ട് പറിക്കാൻ ബുദ്ധിമുട്ടായി. അത് വലിയ സംഭവം. കാരണം വെച്ചാൽ ഇത് മാക്സിമം നമ്മുടെ അത്ര ഹൈറ്റ്, അതായത് നമ്മളൊക്കെ ഒരു 10 അടി ഹൈറ്റ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം. പിന്നെ ഈ കായ ഉണ്ടാക്കി കിടക്കുന്നത് ഏതാണ്ട് ഇങ്ങനെ കൈ എത്തി പറിക്കാം, അത്ര ഹൈറ്റ് ഉള്ളൂ. അത്ര ഹൈറ്റിലാണ് കായ ഉണ്ടാക്കി കിടക്കുന്നത്, ഈ ചക്ക ഉണ്ടാക്കി കിടക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ അവിടെ ഉണ്ട്, അതുകൊണ്ട് പൊക്കത്തായിട്ട് പഴുത്തു പഴുത്തോ കാണുമ്പോ സങ്കടം. അത് പഴുത്ത് താഴെ വീടാകെ ചീഞ്ഞ് അല്ലേ? ഇതാണ് ശരിക്കും നല്ല നല്ല രീതിയിൽ വേണ്ടട്ടാ. ഇതിന് മുളഞ്ഞീനൊന്നും ഇല്ല കേട്ടോ. അതെ അതെ അതെ, അധികം മുളഞ്ഞ അത്ര ഭയങ്കര വലിയ പശപ്പൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ ആകുമ്പോ ഉണ്ടല്ലോ, ഇതിങ്ങനെ എടുത്തു കഴിയുമ്പോ കയ്യില് നിറച്ചിങ്ങനെയാവും. അതുകൊണ്ട് എണ്ണ വരട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് എണ്ണയൊന്നും പറ്റരുത്. ഏറ്റവും സംഭവം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരമുള്ള ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചക്ക അവിടെ കണ്ടാൽ ഞാൻ വിടൂല. അടിപൊളിയാ. അല്ല പണ്ടൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോ നമുക്ക് തിന്നാൻ തന്നിരുന്നു ചക്കയിലാണ്. ഞാൻ തറവാട്ടിലാണ് വന്നപ്പോ അവിടെയൊക്കെ 6ഉം 7ഉം പ്ലാവുകളുണ്ട്, വലിയ ഹൈറ്റ് ഉള്ള. എന്നത് ഈ മഴക്കാലത്തൊക്കെ പണിയില്ലാണ്ടിരിക്കുമ്പോഴ അന്നേരം അപ്പനും അമ്മ ഇവിടെയാണല്ലോ. അപ്പൊ അന്നേരം ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വൈകിട്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ തന്നത്
ഒന്നൊരു ചക്കച്ചോളയായിരിക്കും ഉള്ളവരും ചക്കച്ചോള അല്ലെങ്കിൽ കപ്പ പോലത്തി അതും ഇത്ര ഉള്ള ഒരു പാത്രം നിറച്ചും തരും. നമ്മൾ ഈ സ്കൂളിൽ ഒടുക്കത്തെ ഓട്ടോ ഓടിട്ട് വന്ന് ആകെ അവശതയായിട്ട് വിശന്ന് പൊരിഞ്ഞാൽ അപ്പൊ ഇത്രയും കിട്ടിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നമ്മളിത് കിട്ടുമ്പോ ചോദിക്കും ദൈവം ഇച്ചിട്ടും കിട്ടിയാൽ പക്ഷെ ചോദിക്കാൻ കാരണം വെച്ചാൽ ഒന്നാമത്തെ അപ്പനും അമ്മയല്ല, അപ്പനും അമ്മ ഇവിടെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് ചോദിക്കാനും ഒരു മടി. പിന്നെ എന്താ പറയാ, പിന്നെ അങ്ങോട്ട് ആശ അടക്കം പുണ്യം. അതുകൊണ്ട് അങ്ങനെയാണ് ഇരിക്കും. ഇത് എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് എക്സ്പോർട്ട് ചെയ്യും, കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പക്ക. പൈസ 100 രൂപയ്ക്കാട്ടെ ഇവിടെ ഒരു ചക്കക്ക്. ആ ചേട്ടൻ പറഞ്ഞെന്ന് അറിയാമോ, ഒരു ചക്കയ്ക്ക് 500 രൂപയ്ക്ക് വാങ്ങാൻ ആളുണ്ട്. കാരണം വെച്ചാൽ വേറെ നല്ല അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഒരു അതിഥികൾ വരുന്നു, നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട് ആയിക്കോളോ. അപ്പൊ ചക്ക എന്നൊക്കെ പറഞ്ഞ് സാധാരണ ചക്ക കൊടുക്കണേക്കാളും ഇത്തരത്തിലുള്ള ഒരു ചക്ക വാങ്ങിച്ചു, അതിലുള്ളത് ഇതുപോലത്തെ സംഭവങ്ങള് അതിന്റെ കുരും കളഞ്ഞിട്ട് ഇച്ചിരി വലിയൊരു പാത്രം നിറച്ച് ഇട്ടാൻ കൊടുത്തു കഴിഞ്ഞാണല്ലോ അതിലും ബെസ്റ്റ് ഫ്രൂട്ട് വേറെ ഇല്ല. പിന്നല്ലാതെ ഞാൻ ഒരു ദിവസം അങ്കമാലിയില് രാത്രി 8 മണിക്ക് അയക്കഴിഞ്ഞപ്പോ ഒരു കടയിൽ, ഒരു സാധാരണ തട്ടുകടയിൽ ചെന്നു. അപ്പോൾ ഒരു ചേട്ടത്തിയും ഒരു പ്രായമായ ആള് അവരെടുത്ത് ചോദിച്ചു ചക്ക വേണോ കപ്പ വേണോ എന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ ചക്കയോ എന്തിനാ ചക്ക വളർത്തിയത് ഇനിയിപ്പോൾ കടയിലൊക്കെ വിൽക്കും. ഞാൻ ആദ്യമായിട്ട് കാണണേ, കാരണം ചക്ക വളർത്തിയൊക്കെ കടയിൽ വിൽക്കുമെന്നുള്ള വിചാരിച്ചു. അന്ന് ചക്ക തരാമോ, ചക്കയും പോക്കും. ആ പുള്ളിയുള്ള ചക്ക അങ്ങനെ ഉടച്ചതും അതായത് അങ്ങനെ കൊഴുകൊഴുന്നതല്ല, നല്ല കൃത്യമായിട്ട് ചെയ്തേക്കണ്ടേ. പിന്നെ പോർക്ക് കറിയും അതിലെ ചാറ് അതിലങ്ങോട്ട് ഇങ്ങനെ ഇറ്റിച്ച്, അതും പ്രത്യേകിച്ച് ഈ വാഴയില എനിക്ക് തന്നെ. എന്റെ പൊന്നെ, അത് കഴിച്ചപ്പോൾ സ്വർഗം കണ്ടോ, സ്വർഗം. ആ ഒരു പകുതി തന്നെ ഒരു 10-25 ചോളയുണ്ടല്ലേ, ധാരാളമാണ്. ഞാൻ വിചാരിച്ചേ ഇഷ്ടം പോലെ ചക്ക ഇത്ര ഉള്ളായിരുന്നു, അപ്പൊ ഞാൻ കുറവായിരിക്കുന്നു. പക്ഷെ തുറന്നു കിട്ടുന്ന ഇഷ്ടം പോലെ. ഇതിപ്പോ പകുതിയിലാണ്, ബാക്കി പകുതി നമ്മൾ ഇന്നലെ കഴിച്ചു. പകുതി ഭാഗത്തുള്ള സംഭവമാണ് ഈ കാണുന്നത്. അപ്പൊ എന്തായാലും തന്ന ജോൺ സാറിന് അപ്പൊ നന്ദി അല്ലേ. ഓക്കെ, അപ്പൊ വന്ന് കഴിച്ചു നല്ല ഞാൻ കുരു നോക്കി ദിവസം കറി വെക്കാം, അതിന്റെ വീഡിയോ ചെയ്യാം. എനിക്ക് കുരു ചേർന്ന ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്, ചാണ്ടി മടുക്കും. ഓക്കെ, കഴിച്ചോ. സൂപ്പർ അല്ലേ, ഞാൻ എന്തായാലും കഴിച്ചോട്ടെട്ടാ. സത്യം പറഞ്ഞാളാ, ഇതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ദൈവം നമുക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാം. ഉള്ളായോ, ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് വേണ്ടി മാത്രമായിട്ട്, അതായത് മനുഷ്യൻ കഴിച്ച് അത് സന്തോഷിക്കാൻ വേണ്ടിട്ട്. സൂപ്പർ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ബൈ.